الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد واحد في أسمائه واحد في صفاته واحد في ذاته واحد في أفعاله ليس كمثله شيء وهو السميع البصير يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم ليشهدوا منافع لهم ويذكروا اسم الله في أيام معلومات على ما رزقهم من بهيمة الأنعام فكلوا منها وأطعموا البائس الفقير اتقوا الله عباد الله أوصيكم وإياي بتقوى الله. ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, ദീനിൽ, പരിശുദ്ധ ഇസ്ലാമിൽ ഒരുപാട് സ്ഥലങ്ങൾക്കും സമയങ്ങൾക്കും ദിവസങ്ങൾക്കും രാവുകൾക്കുമൊക്കെ പ്രത്യേകതകളുണ്ട്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമാക്കുകയും ശ്രേഷ്ഠമാക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്ത ദിവസങ്ങളാണ്, സമയമാണ് ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങൾ. ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നത് ഏറെ വൈകാതെ ദുൽഹിജ്ജയിലേക്കാണ്. ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുവാനും അള്ളാഹുവിലേക്ക് അടുക്കുവാനും അള്ളാഹു അവന്റെ സൽക്കർമ്മകാരികളായ അടിമകൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങളാണ്. ഇബാദത്ത് നിർവഹിക്കുന്നതിന് വേണ്ടി റബ്ബുൽ ഇസ്സത്ത് പ്രത്യേകം തെരഞ്ഞെടുത്ത് തരുന്ന അവസരങ്ങളാണ് ഇത്തരം സന്ദർഭങ്ങളൊക്കെ. അത് മനസ്സിലാക്കി ശരിയായ രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്താനുള്ള ശ്രദ്ധയാണ് നമുക്ക് വേണ്ടത്. അത്തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരവസരമാണ്, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനുള്ളൊരു സന്ദർഭമാണ് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ. അള്ളാഹുവിന്റെ ഖുർആനിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തിലും ഇതിന് രണ്ടിനെയും ജീവിതത്തിന്റെ ഭാഗമാക്കി ജീവിച്ച സലഫു സ്വാലിഹീങ്ങളുടെ സച്ചരിതങ്ങളിലും നിരവധി തെളിവുകൾ നമുക്ക് കാണാവുന്നതാണ്. ഈ ദിവസത്തിന്റെ പ്രത്യേകതകളും ഈ ദിവസത്തെ അവർ സമീപിച്ചതുമൊക്കെ. പ്രിയമുള്ളവർ, വിശുദ്ധ ഖുർആനിലെ 89-ാമത്തെ അധ്യായം സൂറത്ത് ഫജ്റിന്റെ 1-2 ആയത്തുകൾ ഇപ്രകാരമാണ്: വൽ ഫജ്രി വലയാലിൻ അശ്ർ, വൽ ഫജ്രി വലയാലിൻ അശ്ർ, പ്രഭാതം തന്നെ, ഫജ്ർ തന്നെയാണ് സത്യം, വലയാലിൻ അശ്ർ, 10 രാത്രികൾ തന്നെയാണ് സത്യമെന്നാണ്. ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ അവിടുന്ന് നൽകുന്ന തഫ്സീർ, അഹ്ലുസുന്നയുടെ ഇമാമിങ്ങളായ മുഫസ്സിരീങ്ങളിൽ ഭൂരിപക്ഷം ആളുകളും ജുംഹൂറും നൽകുന്ന തഫ്സീർ അല്ലാമ ഇബ്നു കത്തീർ റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ള മുഫസ്സിറുകൾ അവിടുത്തെ അവരുടെ തഫ്സീറുകൾ കൊണ്ടുവരുന്നത് ഇപ്രകാരമാണ്: അൽ മുറാദു ബിഹാ അശറു ദിൽ ഹിജ്ജ, അൽ മുറാദു ബിഹാ അശറു ദിൽ ഹിജ്ജ. ഇവിടെ 10 രാത്രികൾ അല്ലെങ്കിൽ 10 ദിവസങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളാണ്, ആദ്യത്തെ 10 ദിവസങ്ങളാണ് എന്ന് അഹ്ലുസുന്നയുടെ ആളുകൾ മുഴുവൻ വിശദീകരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങൾ അത്ര മഹത്തരമാണ്. വീണ്ടും അല്ലാഹുവിന്റെ കിതാബിൽ കാണാം 22-ാം അധ്യായം സൂറത്ത് ഹജ്ജിന്റെ 28-ാമത്തെ ആയത്തിൽ എന്താണ് അവിടെ ഉള്ളത്? ലിയശ്ഹദൂ മനാഫിഅ ലഹും ليشهدوا منافع لهم ويذكروا اسم الله في أيام معلومات على ما رزقهم من بهيمة الأنعام. അവർക്ക് പ്രയോജനമായ രംഗങ്ങളിൽ അവർ സന്നിഹിതരാകുവാനും അല്ലാഹു തആല അവർക്ക് നൽകിയിട്ടുള്ള 4 കാലി മൃഗങ്ങളെ
നിശ്ചിത ദിവസങ്ങളിൽ അവന്റെ നാമം, അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ബലി കഴിക്കാനും വേണ്ടി എത്രയതെന്ന്. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, അങ്ങനെ അവയിൽ നിന്ന് നിങ്ങൾ തിന്നുകയും പരവശനും ദരിദ്രനുമായിട്ടുള്ളവരെ നിങ്ങൾ തിന്നാൻ കൊടുക്കുകയും ചെയ്തതാണ്. ഫകുലൂ മിൻഹാ വഅത്ഇമുൽ ബാഇസൽ ഫഖീർ. കഴിഞ്ഞ ഖുതുബയിൽ നാം സൂചിപ്പിച്ചത് അതിനെ സംബന്ധിച്ചാണ്. അതിന്റെ ആദ്യ ഭാഗം എന്താണ്? വയദ്കുറു സ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്ത്. നിശ്ചിത ദിവസങ്ങളിൽ അവന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് എന്നാണ്. ഏതാണ് ഈ അയ്യാമിൻ മഅലൂമാത്ത്? ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്നത് കാണാൻ പറ്റും. സ്വഹീഹുൽ ബുഖാരിയിൽ ഈ ഹദീസ് വളരെ പ്രസിദ്ധമാണ്. എന്താണ് ഹദീസ്? അൽ അയ്യാമിൻ മഅലൂമാത്ത് എന്ന് പറഞ്ഞാൽ അയ്യാമുൽ അശ്ർ, ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ് അയ്യാമുൽ അശ്ർ. വൽ അയ്യാമു മഅദൂദാത്ത് വ അയ്യാമുൽ മഅദൂദാത്ത്. ഇനി വേറെ ആയത്തിൽ കാണാം എണ്ണപ്പെട്ട ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അയ്യാമു തശ്രീഖ് അഥവാ ദുൽഹിജ്ജയിലെ 11, 12, 13 ദിവസങ്ങൾ തിന്നാനും കുടിക്കാനും ഇബാദത്ത് എടുക്കാനുമുള്ള ദിവസങ്ങളാണ്. സുബ്ഹാനക യാ അലീം. അള്ളാഹുവിന്റെ ഖുർആനിനെ വിശദീകരിച്ചിട്ട് അഹ്ലുസുന്നയുടെ ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നത് അപ്രകാരമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ ഈ ആയത്തിന് നൽകുന്ന തഫ്സീർ, അതുപോലെ മുത്തബിഉസ് സുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ, അതുപോലെ ഹസനുൽ ബസ്രി, അതുപോലെ ഇമാം മുജാഹിദ് ഇബ്നു ജബർ തുടങ്ങി റളിയല്ലാഹു തആല അൻഹും, അതുപോലെ റഹിമഹുമുല്ലാഹു കുല്ലുഹിം അജ്മഈൻ, അവരൊക്കെ നൽകുന്ന തഫ്സീർ അയ്യാമുൽ അശ്ർ, ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ അതാണ്. അല്ലാഹു അക്ബർ കബീറ. വീണ്ടും കാണാം ഈ ദുൽഹിജ്ജയിലെ 10 ദിവസത്തിന്റെ പ്രാധാന്യത്തെ കുറിക്കുന്ന നിരവധി വചനങ്ങൾ. മഹാനായ സയ്യിദുന ഖലീലുല്ലാഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയാൻ, മാ മിൻ അയ്യാമിൽ അമലു സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം, യഅനി അയ്യാമുൽ അശ്ർ. ദുൽഹിജ്ജയിലെ 10 ദിവസത്തെക്കാൾ പുണ്യമനുഷ്ഠിക്കൽ, ഇബാദത്ത് ചെയ്യൽ, സുഹൃതമനുഷ്ഠിക്കൽ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുന്ന മറ്റൊരു ദിവസങ്ങളില്ല. അതായത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്, അവനിലേക്ക് അവന്റെ അടിമകൾ അടുക്കുന്ന തഖർറുബിനുള്ള ഇബാദത്തുകൾ അവർ ചെയ്യുന്നതിൽ അള്ളാഹ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിവസങ്ങളാണ് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അത്രത്തോളം മഹത്തരമുണ്ടെന്നാണ്. ഇതിന് നബി പറയാണ്, നബിയോട് ചോദിക്കുകയാണ്, ഖാലു യാ റസൂലല്ലാഹ്, സഹാബത്ത് ചോദിച്ചു, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാളും പ്രാധാന്യമാണ് റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞു, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അതേ അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാളും പരിശുദ്ധമാണ്, പ്രാധാന്യമാണ്. ഒരു ഷർത്ത് നബി വെച്ചു, ഇല്ല. ഭാഷാപ്രയോഗം വല്ലാത്തൊരു ഭാഷയാണ്. ഇല്ല. റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി ഫലം യർജി മിൻ ദാലിക ബിശൈഇൻ. സ്വഹീഹുൽ ബുഖാരിയിൽ 969 നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി പറയാണ്, അള്ളാന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിനേക്കാളും എന്ന് പറഞ്ഞിട്ട് നബി പറഞ്ഞു, ഏതൊഴികെ. എങ്ങനത്തെ ജിഹാദ്? സ്വന്തം ശരീരവും സമ്പത്തുമായി ഒരു അള്ളാന്റെ മാർഗത്തിൽ പുറപ്പെട്ടു, എന്നിട്ട് അതിൽ നിന്ന് ഒന്നും തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കാത്ത ഒരാളൊഴികെ സ്വന്തം ശരീരത്തെ യുദ്ധഭൂമിയിൽ അയാൾ ഷഹീദായി. അൽഹംദുലില്ലാഹ്, അയാളുടെ സമ്പത്തും അള്ളാന്റെ ദീനിന്റെ മാർഗത്തിലേക്ക് വിട്ടേച്ചു. അങ്ങനത്തെ ഒരാളൊഴികെ അതല്ലാത്ത മറ്റേത് പ്രവർത്തനത്തെക്കാളും ഏറ്റവും നല്ല പ്രവർത്തനം ഈ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ഒരു അടിമ ചെയ്യുന്ന പ്രവർത്തനമാണെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കളെ, ഒന്നോട് കയറിക്ക്. നിങ്ങളോട് ആ 3-ാമത്തെ സഫിൽ 4-ാം സഫിൽ നിങ്ങൾ കയറിക്ക്. സഫ് പൂർത്തീകരിച്ചിരിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാന്റെ പള്ളിയിലല്ല നമ്മളിരിക്കും. ബറക്കല്ലാഹു ഫീക്കും. ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങൾ അതിമഹത്തരമാണ്. അല്ലാഹു അക്ബർ. നാം പ്രവേശിക്കാനിരിക്കുന്ന ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങൾ അതിമഹത്തരമാണ്. പുണ്യം ചെയ്യൽ അല്ലാഹുവിങ്കൽ മറ്റ് ദിവസത്തെക്കാൾ അല്ലാഹു ഇഷ്ടപ്പെടുന്ന ദിവസങ്ങളാണ്. ഈ ഹദീസിൽ പഠിപ്പിക്കുന്നത്, തന്റെ സ്വത്തും ശരീരവും അള്ളാന്റെ മാർഗത്തിൽ വിനിയോഗിച്ചവനൊഴികെ മറ്റെല്ലാറ്റിനേക്കാളും റബ്ബിലേക്ക് പ്രിയപ്പെട്ട ദിവസങ്ങളാണ്. നോക്കൂ നിങ്ങൾ, അള്ളാന്റെ ഖുർആനിൽ ഈ ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളുടെ ഫള് പഠിപ്പിക്കുന്ന നിരവധി വചനങ്ങൾ വേറെ കാണാം. 7-ാമത്തെ അധ്യായം സൂറത്ത് അറാഫിന്റെ 142-ാമത്തെ ആയത്തിൽ, വവാഅദ്നാ മൂസ 30 ലൈലതൻ
വഅത്മംനാഹാ ബിഅശ്ർ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് 30 രാത്രിക്ക് നാം വാഗ്ദാനം നടത്തുകയുണ്ടായി. അതിനെ ആ 30-നെ ഒരു 10 കൊണ്ട് നാം പൂർത്തിയാക്കുകയും ചെയ്തു. അപ്പൊ 40 ദിവസം അള്ളാന്റെ അടുത്തേക്ക് വരാൻ അങ്ങനെ ഒരു വാഗ്ദാനം അള്ളാഹു നടത്തി. ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്നത് കാണാം, പൂർവികരായ ഇമാമിങ്ങളിൽ നിന്ന് അന്ന 30 ഈ 30 ദിവസങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹിയ ദുൽഖഅദ, ദുൽഖഅദയിലെ 30 ദിവസങ്ങളാണ്. വൽ അശറു ദുൽഹിജ്ജ, അതിലേക്ക് 10 കൂട്ടി എന്ന് പറയുന്നത് ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളാണ്. അല്ലാഹു അക്ബർ, യാ സലാം, എന്തൊരു ഹൃദ്യമായ വാക്കാണ്. 30 ദിവസം ദുൽഖഅദയിലും അധികമായി കൂട്ടിയ 10 ദിവസം ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസമാണ് എന്ന് ഇമാമിങ്ങളായ ആളുകൾ ഉദ്ധരിക്കാൻ അഹ്ലുസുന്നയുടെ ഇമാമിങ്ങൾ. എത്ര പ്രത്യേകതയാണ് നോക്കൂ. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും വിശിഷ്ടമായ ശ്രേഷ്ഠമായ ദിവസങ്ങളെ സംബന്ധിച്ച് പറയുന്നിടത്ത് പറയുന്നത് ഈ ദിവസങ്ങളാണ് ഏറ്റവും മഹത്തരമായത് എന്നാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസ് സ്വീകാര്യോഗ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ മിൻ അയ്യാമിൻ അഅ്ളമ ഇൻദല്ലാഹി വലാ അഹബ്ബ ഇലൈഹി മിനൽ അമലി ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശർ. ഉന്നതനും പ്രതാപവാനുമായ അല്ലാഹുവിന്റെ അടുത്ത് ഈ 10 ദിവസത്തെക്കാൾ ശ്രേഷ്ഠതയുള്ള മറ്റു ദിവസമോ അതിലുള്ള കർമ്മത്തെക്കാൾ ഉത്തമമായ കർമ്മമോ ഇല്ല. فأكثروا فيهن من التهليل والتكبير والتحميد. അതുകൊണ്ട് ആ ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങൾ നിങ്ങൾ തഹ്ലീലും തക്ബീറും തഹ്മീദും അധികരിപ്പിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാഹ് എന്നതിങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് അൽ-ഹറാനി അഹ്ലുസുന്നയുടെ ഇമാമിങ്ങളിൽ അഗ്രഗണ്യൻ, മുഫസ്സിർ, മുഹദ്ദിസ്, ഫഖീഹ്, എല്ലാ അർത്ഥത്തിലും ഇസ്ലാമിക വിജ്ഞാനീയങ്ങളിൽ മുഴുവനും അവഗാഹമുള്ള മഹാപണ്ഡിതൻ അവിടുന്ന് പറഞ്ഞ ഒരു വാചകമുണ്ട്, പൂർവ്വ ഇമാമിങ്ങളൊക്കെ പറഞ്ഞ വാചകം പോലെ തന്നെ. ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളാണ്. രാവുകളിൽ അഥവാ രാത്രികളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന പരിശുദ്ധ റമദാനിലെ അവസാനത്തെ 10 ദിവസങ്ങളാണ്. പകലുകളിൽ ശ്രേഷ്ഠം ദുൽഹിജ്ജയിലെ 10 ദിവസം, രാവുകളിൽ ശ്രേഷ്ഠം റമദാനിലെ അവസാനത്തെ 10 ദിവസങ്ങളെന്ന് ഇമാമിങ്ങളൊക്കെ പറഞ്ഞൊരു ഖൗലാണ്. അത് മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹി അൽ-ഹറാനി അവിടുന്ന് തന്നെ പറയണം. ഇനി നോക്കൂ നിങ്ങൾ, ഈ ഒരു മാസം നമ്മിലേക്ക് വരുന്നിടത്ത് നമ്മളും പൂർവികരായ സഹാബത്തും സലഫ് സ്വാലിഹീങ്ങളും എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കിയ ഒരു വാചകം ഞാൻ പറയാം. സലഫുകളിൽ നിന്ന് കാണാം ഈ ദിവസത്തെ സംബന്ധിച്ച്. മഹാനായ സഈദ് ഇബ്നു ജുബൈർ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ ഫളലും ശറഫും പ്രസിദ്ധമാണ്. ഇദാ ദഖല അയ്യാമുൽ അശ്രി ഇജ്തിഹാദൻ ശദീദൻ ഹത്താ മാ യകാദു യഖ്ദിറു അലൈഹി. ഇമാം ദാരിമി അവിടുത്തെ സുനനിലും ബൈഹഖി അവിടുത്തെ ശുഅബുൽ ഈമാനിലും ഒക്കെ ഉദ്ധരിച്ച റിപ്പോർട്ടാണ്, അസറാണ്, സ്വീകാര്യോഗ്യമാണ്. സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലാഹ് പറയാൻ, ഈ 10 ദിവസം ആഗതമായി കഴിഞ്ഞാൽ നമ്മളെ ചില ആളുകൾക്കൊക്കെ ദുൽഹിജ്ജ ആയോന്ന് തന്നെ അറിയില്ല. ചിലപ്പോ പെരുന്നാൾ ഇനി എത്ര ദിവസം ഉണ്ടെന്ന് ചോദിക്കണ അവസ്ഥയൊക്കെ ഉണ്ട് ആൾക്കാർക്ക്. സങ്കടം കൊണ്ടാട്ടോ പറഞ്ഞു. കാരണം അറബി മാസം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും മുസ്ലിങ്ങളിൽ ഭൂരിപക്ഷത്തിനും അവരുടെ മകന്റെയോ മകളുടെയോ കല്യാണത്തിന് കത്തില് എഴുതാനുള്ള ഒരു ഡേറ്റ് മാത്രമാണ്. നഊദു ബില്ലാഹ്. അതിനപ്പുറത്തേക്കോ എന്റെ ജീവിതത്തിൽ അതിട്ട് ബന്ധമല്ല. മലയാള മാസം പാട്ടുപാടും, ഇംഗ്ലീഷ് മാസം ജീവിതത്തിൽ എവിടെ ചോദിച്ചാലും അറിയും. പക്ഷെ ഓന്റെ സ്വന്തം മാസത്തെക്കുറിച്ച് യാതൊരു നോളേജും ഇല്ല. നഊദു ബില്ലാഹ്. എന്നാൽ അങ്ങനെയല്ല സഹാബത്ത്, അങ്ങനെയല്ല താബിഈകൾ, അങ്ങനെയല്ല അഹ്ലുസുന്നത്തിന്റെ അഹ്ലുകാരും. അവരെങ്ങനെയാണ്? അവര് സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലാഹയെ കുറിച്ച് പറയാണ്, ഈ 10 ദിവസം വന്നാൽ ചെന്നിലേക്ക് എത്തിയാൽ ഒരിക്കലും തനിക്ക് കഴിയില്ല എന്ന് തോന്നുമാറ്, അതായത് കഴിവിന്റെ പരമാവധി, ഇജ്തിഹാദൻ ശദീദൻ. ആ അറബി പദത്തിന് മലയാളത്തിൽ പറയാൻ എനിക്ക് വാക്കില്ല, ഇങ്ങനെ പറയാൻ പറ്റൂ.
അതികഠിനമായി, കഴിവിന്റെ പരമാവധി ഫത്തഖുല്ലാഹ മസ്തതഅതും എന്നുള്ള പറഞ്ഞതുപോലെ അവർ തീവ്രമായി പരിശ്രമിക്കാറുണ്ടായിരുന്നു. എന്തിന്? ഇബാദത്തിനു വേണ്ടി. സലഫുകൾ എത്രത്തോളം ശ്രദ്ധിച്ചിരുന്നു ഈ ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങൾ എന്ന് ഈ ഒരൊറ്റ വാക്ക് മനസ്സിലാവും. എന്തുകൊണ്ടാണ് ഇത്രമാത്രം പ്രത്യേകത വന്നത്? നിങ്ങൾ ആലോചിക്കണ്ടാവും. പരിശുദ്ധ റമദാനെ നമ്മൾ നന്നായി ശ്രദ്ധിച്ചു. റമദാൻ കഴിഞ്ഞ് ഒരൽപ്പം ഗഫലത്തിലേക്ക്, അശ്രദ്ധയിലേക്ക് വന്നപ്പോഴേക്കും അല്ലാഹു തആല നമുക്ക് വീണ്ടും അവസരം തരാണ്. അൽഹംദുലില്ലാഹ്, ഏറ്റവും പവിത്രമായ ദിവസങ്ങൾ. എന്തുകൊണ്ട് അത്ര പ്രത്യേകത എന്നറിയോ? ഹാഫിൽ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്. എന്താണെന്നറിയോ? വല്ലദി യദ്ഹറു അന്ന സബബ ഫി ഇംതിയാസി അശ്രി ദുൽഹിജ്ജ ലിമകാൻ ഇജ്തിമാഇ ഉമ്മഹാത്തിൽ ഇബാദത്തി ഫി ദുൽഹിജ്ജ. ഈ 10 ദിവസങ്ങൾക്ക് ഇത്രയും ശ്രേഷ്ഠത വരാനുള്ള കാരണം അവിടുന്ന് പറയാണ്, പ്രധാനപ്പെട്ട എല്ലാ ഇബാദത്തുകളും ഈ ദിവസങ്ങളിൽ ഒരുമിക്കുന്നു എന്നതിനാലാകാം. ഒരു മാസത്തിലുമില്ലാത്ത ഇബാദത്തിന്റെ സംഗമ ഭൂമിയാണ്, കേന്ദ്രമാണ്, മാസമാണ്. റമദാനിൽ പോലും ഇല്ലാത്ത ഇബാദത്താണ് വിശുദ്ധ ദുൽഹിജ്ജയിൽ. അത്ഭുതപ്പെട്ടു. ഇതിന് അദ്ദേഹം പറയാം എന്തൊക്കെയാണത്? വഹിയ, ഏതൊക്കെയാണത്? അസ്സലാത്തു വസ്സിയാമു വസ്സദഖത്തു വൽഹജ്ജു വലാ യതഅത്ത ദാലിക ഫീ ഗൈരി. എത്രത്തോളം അറിയോ? നിസ്കാരം, നോമ്പ്, ദാനധർമ്മങ്ങൾ, ഹജ്ജ്, ഈ ആരാധനകൾ മുഴുവനും ഈ ദിവസങ്ങളിൽ മാത്രമാണ് ഒന്നിച്ചു വരുന്നത് എന്നാണ്. എല്ലാ ഇബാദത്തിന്റെയും സംഗമമാണ്, കൂടിച്ചേരലാണ്. നോക്കൂ നിങ്ങൾ, റമദാനില് ഹജ്ജില്ല, നോമ്പുണ്ട്, ഉംറയുണ്ട്. എന്നാലോ ദുൽഹിജ്ജയില് നോമ്പുണ്ട്, ഉംറയുണ്ട്, ഹജ്ജുണ്ട്. അല്ലാഹു അക്ബർ കബീറ. പല ആളുകൾ ശ്രദ്ധിക്കാറില്ല. ആളുകൾ വിസ്മരിച്ചൊരു മാസമാണ്. മറ്റ് അറബി മാസങ്ങളുടെ കൂട്ടത്തിൽ, വിസ്മരിച്ച മാസങ്ങളുടെ കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട മാസമാണ്. എത്രത്തോളം വെച്ചാല് മഹത്വം മനസ്സിലായില്ല എന്നുള്ളതാണ് അതിന്റെ പ്രധാന വിഷയം. റമദാനിനെ നാം സമീപിച്ചതുപോലെ പ്രിയമുള്ളവരെ ഈ മാസത്തെയും സമീപിക്കണമെന്നാണ് എനിക്ക് സന്ദർഭത്തിൽ ഉറപ്പെടുത്താനുള്ളത്. ഇബാദത്തുകളുടെ ഒരു സമ്മേളനം എന്ന് തന്നെ പറയാം. ഇനി എന്തൊക്കെയാണ് ഈ മാസത്തിലേക്ക് പ്രവേശിച്ചാൽ നമുക്ക് ചെയ്യാനുള്ളത്? ഇൻഷാ അല്ലാഹ് ദുൽഹിജ്ജയിലേക്ക് നമ്മൾ കാത്തിരിക്കുകയാണ്. ദുൽഹിജ്ജയിലേക്ക് ഓരോ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന, അവനെ ഭയപ്പെടുന്ന, അവനിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന അവന്റെ അടിയാറുകൾ മുഴുവനും കാത്തിരിക്കുന്ന ദിവസങ്ങളാണ് ദുൽഹിജ്ജ. ആ ദുൽഹിജ്ജയിലേക്ക് പ്രവേശിക്കുന്നിടത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയാണ്, ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്? അതിൽ ഒന്നാമത്തെ ഷഹാദത്ത് കലിമ കഴിഞ്ഞാൽ നാം ഏറ്റവും ഗൗരവത്തിൽ കാണേണ്ടത് അസ്സലാ. അള്ളാന്റെ റസൂലിന്റെ വഫാത്തിന്റെ വേളയിൽ അവിടുന്ന് നൽകിയത് ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപദേശം, ആഖിറു വസായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണ് അസ്സലാ. പ്രിയമുള്ളവരെ, ഫർള് നിസ്കാരങ്ങൾക്ക് വേണ്ടി പള്ളികളിലേക്ക് വളരെ നേരത്തെ വരുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്ക് ഉണ്ടാകണം. നേരത്തെ പള്ളിയിലെത്തണം. കൂടെയോ സുന്നത്ത് നിസ്കാരങ്ങളിലും അതിലും ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. എത്രത്തോളം നമ്മൾ അതിലേക്ക് പ്രവേശിക്കാൻ പറ്റും അത്രത്തോളം. കാരണം നിസ്കാരമാണ് ഒരടിമയെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നത്. മാത്രമല്ല അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നിസ്കാരമാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. തൗബാൻ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് കാണാം, അള്ളാന്റെ റസൂൽ പറയുന്നതായി ഞാൻ കേട്ടു എന്ന് ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ 488 നമ്പർ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അലൈക ബികത്റത്തി സുജൂദി ലില്ലാഹ്. തൗബാനെ, താങ്കൾ അധികമായി അല്ലാഹുവിന് സുജൂദ് ചെയ്യുക. فإنك لا تسجد لله سجدة إلا رفعك الله بها درجة وحط عنك بها خطيئة. താങ്കൾ ഓരോ സുജൂദ് ചെയ്യുമ്പോഴും അത് മുഖേന അള്ളാഹു താങ്കളുടെ ദർജയെ, പദവിയെ ഉയർത്താതിരിക്കില്ല, അഥവാ ഉയർത്തുമെന്നാണ്. താങ്കളിൽ നിന്ന് ഒരു പാപത്തെ മായ്ച്ചു കളയാതിരിക്കുകയുമില്ല. അവനവന്റെ നന്മയെ, ദർജയെ, ശ്രേഷ്ഠതയെ ഉയർത്തുകയും ജീവിതത്തിൽ സംഭവിച്ച ഓരോ തിന്മകളെയും മായ്ച്ചു കളയുകയും ചെയ്യുന്ന ഏറ്റവും നല്ലൊരു ഇബാദ, ഏറ്റവും നല്ലൊരു ഇബാദ. ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. അല്ലാഹ് ആയത്തിലൂടെ പഠിപ്പിച്ച കാര്യം.
നമ്മുടെ കുട്ടികൾ ഏറ്റവും അശ്രദ്ധരാകുന്നത് ഈ നിസ്കാരത്തിന്റെ വിഷയത്തിലാണ്. സ്ത്രീകൾ ഏറ്റവും അശ്രദ്ധരാകുന്നത് ഈ നിസ്കാരത്തിന്റെ വിഷയത്തിലാണ്. അതുകൊണ്ട് ജാഗ്രത, പ്രത്യേകിച്ചും ഈ മാസത്തിൽ. അവിടെ സുന്നത്ത് നിസ്കാരങ്ങൾ, തഹജ്ജുദ്, റവാത്തിബുകൾ, വിത്ർ, തഹിയ്യത്ത് ഏതൊക്കെയാണോ പഠിപ്പിക്കപ്പെട്ടത് അതിലൊക്കെ നമ്മൾ ജാഗ്രത കാണിക്കുക. അല്ലാഹു തൗഫീഖ് മാറാവട്ടെ. രണ്ടാമത്തെ ഒരു കാര്യം, ഈ മാസത്തിലേക്ക് പ്രവേശിക്കുന്നിടത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതൊന്ന് അസ്സൗം, നോമ്പാണ്. നോമ്പ് ഈ മാസത്തിൽ പ്രത്യേകം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഉമ്മുന ഉമ്മു സലമത റളിയല്ലാഹു തആല അൻഹാ, നമ്മുടെ ഉമ്മ പറയാ, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു 9 ദിൽഹിജ്ജ വയൗമ ആശൂറ വ3 അയ്യാമിൻ മിൻ കുല്ലി ശഹർ. അബൂ ദാവൂദ്, അഹ്മദ്, ഇമാം നസായി അവരൊക്കെ അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ച സ്വീകാര്യോഗ്യമായ ഹദീസ്, റസൂലുള്ളാഹ് ദുൽഹിജ്ജയിൽ 9 മുഹറം 10 എല്ലാ മാസങ്ങളിലും 3 ദിവസവും അള്ളാന്റെ റസൂൽ നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നു. എല്ലാ മാസവും 3 ദിവസം. നമുക്കറിയാം അയ്യാമുൽ ബീർ, പിന്നെ പ്രത്യേകമായി എടുത്തു പറഞ്ഞു മുഹറം 10, പിന്നെയോ ദുൽഹിജ്ജയിൽ 9. ഈ ഹദീസും അതുപോലുള്ള ഹദീസുകളും വിവരിക്കുന്നിടത്ത് സലഫു സാലിഹുകളുടെ ചര്യയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിപ്പിക്കുന്നിടത്ത് കാണാം, ഉദ്ദേശിക്കുന്നവർക്ക് ഇൻഷാ അല്ലാഹ് ദുൽഹിജ്ജ 1 മുതൽ 9 വരെയും നോമ്പെടുക്കണം. കാരണം ഈ ഹദീസിന്റെ 2 വായനയിൽ ഒരു വായന. ഈ ഹദീസിന്റെ വായനകളിൽ ഒന്നങ്ങനെയാണ്. ഒരാൾക്ക് ഉദ്ദേശിക്കുന്നെങ്കിൽ ദുൽഹിജ്ജ 1 മുതൽ 9 വരെയും നോമ്പെടുക്കാം. അത് സലഫുകളുടെ, സ്വഹാബത്തിന്റെ, താബിഈങ്ങളുടെ, തബഉൽ അത്ബാഇങ്ങളുടെ, അഇമ്മത്തുകളുടെ ഒക്കെ ചര്യയിൽപ്പെട്ടതാണ്. അത് വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വിശിഷ്യ അറഫ നോമ്പ് നമ്മളെല്ലാവരും ഗൗരവത്തിൽ കാണുന്ന അറഫ നോമ്പ് മാത്രമാണ്. അറഫ നോമ്പ് പ്രത്യേകിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിയാമു യൗമി അറഫ അഹ്തസിബു അലല്ലാഹ് അൻ യുകഫിറ അസ്സനത അല്ലതി ഖബല വസ്സനത അല്ലതി ബഅദ. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ 1162 നമ്പറായി ഉദ്ധരിച്ചത്. അറഫ നോമ്പ് എന്താണ്? അറഫ നോമ്പ് അതിനു മുമ്പത്തെ ഒരു വർഷത്തെയും അതിനുശേഷമുള്ള ഒരു വർഷത്തെയും പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ്. ഒരാൾ അറഫ നോമ്പ് നോറ്റാൽ അവന്റെ 1 വർഷം മുമ്പുള്ള പാപങ്ങളും 1 വർഷം ശേഷമുള്ള പാപങ്ങളും പൊറുക്കപ്പെടുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു ഹദീസിന്റെ ശറഹ് വളരെ വിശാലാണ്. ഈ ആശയം തന്നെ നമുക്ക് മനസ്സിലാകുമെന്ന് എനിക്ക് തോന്നുന്നത്. അത് മതിയാകും. ഇനി നോക്കൂ, നമ്മള് പ്രധാനമായി നമ്മൾ ഈ മാസത്തിലേക്ക് പ്രവേശിച്ചാൽ ചെയ്യേണ്ട ഒന്നെന്താ? ഫഅക്സിറൂ എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ? ഫഅക്സിറൂ ഫീഹിന്ന മിനത്ത് തഹ്ലീലി വത്തക്ബീരി വത്തഹ്മീദ്. നാവുകൊണ്ടും മനസ്സുകൊണ്ടും റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മ നിലനിർത്തുക. ദിക്റുല്ലാഹി ജല്ല വഅല. വളരെ ഗൗരവമാണ്. പല ഇബാദത്തുകളും സമയബന്ധിതമാണ്. അഹ്ലുസുന്നത്തിന്റെ അഖീദ ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നിടത്ത് കാണാൻ പറ്റും നമുക്ക്. പല ഇബാദത്തുകളും സമയബന്ധിതമാണ്, സ്ഥലബന്ധിതമാണ്. ഇപ്പൊ നിസ്കാരത്തിന് 5 വഖ്തിന് സമയബന്ധിതമാണ്. കിതാബ് മൗഖൂത, നോമ്പ് സമയബന്ധിതമാണ്, അല്ലെങ്കിൽ പ്രത്യേക ദിവസബന്ധിതമാണ്. പല ഹജ്ജിന് പ്രത്യേക ഒരു കാലമുണ്ട്, ഉംറക്ക് ഒരു പ്രത്യേക സമയം, അല്ലെ? ഓരോന്നും സമയബന്ധിത. എന്നാൽ ദിക്ർ ഒരർത്ഥത്തിലും സമയബന്ധിതമല്ലാത്തൊരു ഇബാദത്ത് ദിക്റാണ്. ദിക്റുല്ലാഹി ജല്ല വഅല 24 മണിക്കൂറും. അതിൽ പ്രത്യേകം പറയപ്പെട്ട കുറെ എണ്ണം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്റാണ്. വിശുദ്ധ ഖുർആൻ അത് ദിക്റാണ്. നിസ്കാരം അഖീമിസ് സ്വലാത്ത ലിദിക്രി അത് ദിക്റാണ്. അതുപോലെ ഫസ്ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ ജുമുഅ ഖുതുബ അത് ദിക്റാണ്. എല്ലാം ദിക്റാണ്. എന്നാൽ അതല്ലാതെ നാവുകൊണ്ട് മനസ്സുകൊണ്ട് ഇടപെടലുകളിൽ മുഴുവനും അല്ലാഹുവിനെ ഓർക്കുക. 24 മണിക്കൂറും സമയബന്ധിതമല്ലാതെ നിർവഹിക്കപ്പെടുന്ന ഒരു ഇബാദത്താണ് ദിക്റുല്ലാഹി ജല്ല വഅല. നാവുകൊണ്ട് മനസ്സുണ്ടാക്കുക. ഫഅക്സിറു ഫീഹിന്ന മിനത്ത് തഹ്ലീൽ വതക്ബീർ വതഹ്മീദ്. പ്രത്യേകം എടുത്തു പറയാണ്, ഈ ദുൽഹിജ്ജ 10 നിങ്ങൾ എന്ത് ചെയ്യണം? തഹ്ലീലും തക്ബീറും തഹ്മീദും ഒക്കെ ഈ ആദ്യത്തെ 10 ദിവസങ്ങൾ അധികരിപ്പിക്കണം എന്നാണ്. കാന ഇബ്നു ഉമറ വ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുമാ. 2 സഹാബികൾ, ഒന്ന് മുത്തബിഉ സുന്ന. ഈ 2 സഹാബികളും അത്ഭുതമാണ്. നബി ഇരുന്നിടത്തിരിക്കുകയും ഒഴിച്ചിടത്ത് മൂത്രമൊഴിക്കുകയും തിരിഞ്ഞിടത്ത് തിരികെയും ചെയ്ത മഹാനായ സഹാബി മുത്തബിഉ സുന്ന. നബിയുടെ കൂടെ നടന്നും ഇരുന്നും കിടന്നും സഹവസിച്ചും ഹദീസുകൾ മുഴുവനും ക്രോഡീകരിച്ച മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുമാ.
രണ്ടുപേരും അത്ഭുത കിബാറുകളാണ്. ഈ രണ്ടുപേരും അവരെങ്ങനെയായിരുന്നു അറിയോ? യഖ്റുജാനി ഇലസ്സൂഖി ഫീ അയ്യാമിൽ അശ്രി യുകബ്ബിറാൻ. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹും അബൂ ഹുറൈറയും ഈ അയ്യാമുത്ത ശരീക്കിന്റെ ദിവസങ്ങളിൽ, ക്ഷമിക്കണം, ഈ 10 ദിവസങ്ങളിൽ അങ്ങാടികളിലേക്ക് പോകും. എന്തിന്? ഷോപ്പിംഗ് അല്ല. എന്തിനാ പോകുന്നത്? തക്ബീർ ചൊല്ലാറുണ്ടായിരുന്നു. അങ്ങാടികളിൽ പോയി തക്ബീർ ചൊല്ലാറുണ്ടായിരുന്നു. അല്ലാഹു അക്ബർ. നോക്കുങ്ങൾ, എത്ര അത്ഭുതകരമാണ് സ്വഹാബത്തിന്റെ ജീവിതം. സലഫുകളുടെ മാർഗമാണത്. ഞാൻ സലഫുകളുടെ മാർഗത്തിൽപ്പെട്ടവനാണെന്ന് പറഞ്ഞാൽ, ഞാൻ അഹ്ലുസുന്നത്തിന്റെ മാർഗത്തിലാണെന്ന് പറയുന്ന ഒരാൾ അയാളുടെ ജീവിതത്തിൽ പാലിക്കേണ്ട ഒരു മര്യാദയാണ് സ്വഹാബത്തിന്റെ ഫഹ്മ, സ്വഹാബത്തിന്റെ ജീവിതം. അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. നോക്കൂ, ദുൽഹിജ്ജ 1 മുതൽ അയ്യാമുത്ത ശരീഖിന്റെ അവസാന സമയം വരെ യാത്രയിൽ, ജോലിയിൽ, വീട്ടിൽ, മസ്ജിദിൽ, എങ്ങനെ ശബ്ദമുയർത്തി തന്നെ മുത്തലഖായി. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, വദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅദൂദാത്ത്. ക്ഷമിക്കണം, അത് മുഖയ്യദായി വേറെയും മുത്തലഖായി വേറെയും. മുത്തലഖായി എന്ന് പറഞ്ഞാൽ എവിടെയും, ഏത് സാഹചര്യത്തിലും, ഏത് സന്ദർഭത്തിലും ഉയർത്തി തന്നെ, ശബ്ദമുയർത്തി തന്നെ തക്ബീർ. രണ്ടാമത്തത് മുഖയ്യദ അഥവാ യൗമു അറഫയുടെ, അറഫ ദിവസത്തിന്റെ, ഹാജിമാർ അറഫയിൽ സമ്മേളിക്കുന്ന അറഫ ദിവസത്തിന്റെ ഫജ്ർ, അയ്യാമുത്ത ശരീഖിന്റെ അറഫയുടെ ഫജ്ർ മുതൽ അയ്യാമുത്ത ശരീഖിന്റെ അസർ വരെ മുഖയ്യദായി. അത് നമുക്ക് പലപ്പോഴും പരിചയമുള്ളതാണ്. ഞാൻ ആ മേഖലയിലേക്ക് പോവല്ല. പക്ഷെ ഈ 2 രീതിയിലും ജീവിതത്തിൽ തക്ബീർ, ഇബാദത്തുകൾ നമ്മൾ വർദ്ധിപ്പിക്കണം. അല്ലാഹു തആല ഈ പറഞ്ഞ കാര്യങ്ങളും അതുപോലെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തും ഈ മാസത്തിൽ നമ്മോട് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തി അള്ളാഹ്ക്ക് തൃപ്തികരമായ ഒരു ജീവിതം നയിക്കാൻ റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله. اوصيكم واياي بتقوى الله. പ്രിയമുള്ളവരെ, ഈ വിശുദ്ധമായ ദുൽഹിജ്ജയിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ പിന്നീട് നമ്മൾ ഏറ്റവും പ്രധാനമായി നിർവഹിക്കുന്ന ഒരു കർമ്മം, കഴിഞ്ഞ ഖുത്ബയിൽ നാം സൂചിപ്പിച്ചൊരു കർമ്മത്തെ സംബന്ധിച്ചാണ് യൗമുൻ നഹർ. ഇതാണ് ഹജ്ജുൽ അക്ബർ. ഹജ്ജുൽ അക്ബർ എന്ന് പറഞ്ഞാൽ ആളുകൾ മനസ്സിലാക്കിയത് വെള്ളിയാഴ്ചയും പെരുന്നാളും കൂടി ഒന്നിച്ചു വരലാണ്. അല്ല, യൗമുൻ നഹർ എന്ന് പറഞ്ഞാൽ ഹജ്ജുൽ അക്ബറാണ്. അറവിന്റെ ദിവസം, ഉദ്ഹിയ്യത്തിന്റെയും പെരുന്നാളിന്റെ ദിവസം ആളുകൾ അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം കാംക്ഷിച്ചുകൊണ്ട് അള്ളാന്റെ മാർഗത്തിൽ ബലി സമർപ്പിക്കുന്നതിന്റെ പെരുന്നാളിന്റെ ദിവസം യൗമുൻ നഹർ. ഉദ്ഹിയ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിന്റെ വിഷയങ്ങളും നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞിരുന്നു. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പെരുന്നാളിന്റെ ദിവസത്തെക്കുറിച്ച് പറയണം, അല്ലെങ്കിൽ അറവിന്റെ ദിവസത്തെക്കുറിച്ച് പറയണം. ഇന്ന അഅ്ളമൽ അയ്യാമി ഇൻദല്ലാഹി തബാറക വതആല യൗമുൻ നഹർ. അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും ഉത്തമമായ ദിവസം അത് മനുഷ്യർ യൗമുൻ നഹർ, മനുഷ്യർ ബലി നൽകുന്ന ദിവസമാകുന്നു. സുമ്മ യൗമുൽ ഖർ, പിന്നീട് ഖർ ദിവസങ്ങളാണ്. എന്താണ് ഖർ എന്ന് പറഞ്ഞാൽ? ദുൽഹിജ്ജയുടെ 11ാമത്തെ ദിവസമാണ് യൗമുൽ ഖർ, അഥവാ ഹാജിമാർ നമ്മുടെ നാട്ടിൽ നിന്ന്, നമ്മുടെ പരിസരത്തു നിന്നൊക്കെ ഹജ്ജിന് പോയ ആളുകൾ മിനയിൽ രാപ്പാർക്കുന്ന ദിവസങ്ങളിൽ ഒന്നാണത് യൗമുൽ ഖർ. നോക്കൂ, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇന്ന അഅ്ളമൽ അയ്യാമി ഇൻദല്ലാഹ് യൗമുൻ നഹർ, ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസം. അതുകൊണ്ട് മുസ്ലിങ്ങൾ, വിശേഷ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് യൗമുൻ നഹർ. ഈ പെരുന്നാളിന്റെ ദിവസം മുതൽ അയ്യാമുത്ത ശരീഖിന്റെ 13 വരെ ആ ഏത് ദിവസമൊക്കെ അറക്കാം. അതോടൊപ്പം തന്നെ ആ ദിവസത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്താ വെച്ചാൽ തിന്നാനും കുടിക്കാനുമുള്ള ദിവസമാണ്. പക്ഷെ ഒരിക്കലും ഹറാമുകളോട് നമ്മുടെ ജീവിതത്തെ നമ്മൾ കലർത്തരുത്. ഈ ദിവസത്തിന്റെ പ്രത്യേകത പറയുന്നിടത്ത് ഹദീസുകളിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇത് തീറ്റയുടെയും കുടിയുടെയും ദിവസങ്ങളാണ്. അതോടൊപ്പം തന്നെ ദിക്റുല്ലാഹ്,
അള്ളാഹുവിനെ ഓർക്കാനുള്ള ദിവസമാണ്. ഏത് ദിവസം? പെരുന്നാളിന്റെ ദിവസം മുതൽ അയ്യാമു തശ്രീഖിന്റെ അവസാന സമയം വരെ. അയ്യാമു തശ്രീഖ്, അയ്യാമു തശ്രീഖ് എന്നത് അയ്യാമു അഖ്ലിൻ വശുർബിൻ, തീറ്റയുടെയും കുടിയുടെയും ദിവസമാണ്. നോമ്പ് ഹറാമാണ്, തിന്നാനും കുടിക്കാനുള്ള ദിവസമാണ്. അള്ളാഹുവിന് ദിക്ർ ചെയ്യാനുള്ള ദിവസമാണ്. ഞാൻ പറഞ്ഞല്ലോ, സമയബന്ധിതമല്ലാതെ നിർവഹിക്കുന്ന ഇബാദത്താണ് ദിക്ർ. അതിനുള്ള ദിവസങ്ങളാണത്. നോക്കൂ നിങ്ങള്, അള്ളാഹുവിനെ ഓർക്കുന്നവരായി നമ്മൾ സദാ ജീവിക്കേണ്ടവരാണ്. വിശിഷ്യ റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പ്രത്യേകം അവസരമാക്കി തന്ന സന്ദർഭത്തിൽ. അതുകൊണ്ട് പ്രിയമുള്ളവർ, നമ്മളൊന്ന് ഒരുങ്ങണം. ഇനിയും നിരവധി കാര്യങ്ങൾ അഹ്ലുസുന്നയുടെ ഇമാമിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഫളലും ശറഫും പഠിപ്പിക്കുന്നിടത്ത് പറയുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സത്യസന്ധമായ തൗബയാണ്. തൗബത്തൻ നസൂഹ, ആത്മാർത്ഥമായ തൗബ. ചെയ്തു പോയതിലേക്ക്, പറ്റിപ്പോയതിലേക്ക്, അറിഞ്ഞോ അറിയാതെയും കളിയായും കാര്യമായും കരുതിക്കൂട്ടിയും ജീവിതത്തിൽ വന്നുപോയതിലേക്ക് ഇനി ഒരിക്കലും തിരിച്ച് മടങ്ങൂല എന്ന ദൃഢനിശ്ചയമാണ് തൗബത്തൻ നസൂഹ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഖുർആനിൽ കാണാം, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ അസ്സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. സൂറത്തു ആലു ഇംറാൻ 133-ാമത്തെ. നിങ്ങളുടെ റബ്ബിങ്കൽ നിന്നുള്ള പാപമോചനവും ആകാശഭൂമികളോളം വിശാലമായ സ്വർഗവും നേടിയെടുക്കാൻ നിങ്ങൾ ധൃതിപ്പെട്ട് മുന്നേറുക. ഫസ്തബിഖുൽ ഖൈറാത്ത്, ഫസ്തബിഖുൽ ഖൈറാത്ത്. അതുപോലെ വേറെ ഭാഗത്ത് കാണാം, ഫഫിറു ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ഓടിച്ചെല്ലുക. ഫഫിറു ഇലല്ലാഹ്, അതന്നെ എവിടെയും പറഞ്ഞത്. എന്നിട്ട് റബ്ബ് പറയാണ്, ഉഇദ്ദത് ലിൽ മുത്തഖീൻ, ആർക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ടതാണ് സ്വർഗം? മുത്തഖികൾക്ക് വേണ്ടിയാണ്. ആ സ്വർഗത്തിലേക്ക് എത്താൻ റബ്ബുൽ ഇസ്സത്ത് റഹ്മാനും റഹീമും ഗഫൂറും വദൂദും ജബ്ബാറുമായ അള്ളാന്റെ ഏത് നാമെടുത്താലും അള്ളാന്റെ അടിമകളോട് അങ്ങേയറ്റത്തെ ഹുബ്ബുള്ളവനാണ് അവൻ. അവൻ നൽകുന്ന അവസരമാണത്. എന്റെ അടിമ തിരിച്ചു വരണം, എന്റെ അടിമ നന്നാകണം, എന്റെ അടിമ പാപമോചനം നേടിയവനാകണം, എന്റെ അടിമ സ്വർഗത്തിന്റെ അവകാശിയാകണം. യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. കുഫറും ശിർക്കും മഅസിയത്തുകളും ചെയ്തവരോട് പോലും അല്ലാഹു വിളിക്കണത് യാ ഇബാദി, എന്റെ അടിമകളെ എന്നാണ്. നോക്കൂ നിങ്ങള്, അടിമകളോട് ഹുബ്ബുള്ള, അടിമ അങ്ങേറ്റം സ്നേഹിക്കുന്ന അല്ലാഹു തആല നമുക്ക് നൽകുന്ന അവസരമാണ്, സുവർണാവസരമാണ്. ആ അവസരത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അത് ലഭിക്കാൻ വേണ്ടി നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കുക. അത് സ്വീകരിക്കാനും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ ശ്രേഷ്ഠമായ ദിവസങ്ങളിലേക്ക് പ്രവേശിക്കാനും അതിൽ റബ്ബിന്റെ പ്രവാചകരും പഠിപ്പിച്ചതുപോലെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്തുകൾ നിർവഹിക്കാനും അത് മഖബൂലായ ഇബാദത്തുകളായി അള്ളാഹിന്റെ അടുത്തത് രേഖപ്പെടുത്തപ്പെടാനും ഒക്കെ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ സന്ദർഭത്തില് നമ്മൾ ഏറെ ഓർക്കുന്നത് നമ്മുടെ സഹോദരങ്ങളായ ഫിലസ്തീനികളെയാണ്. അല്ലാഹു തആല അവർക്ക് റഹ്മത്തും സമാധാനവും ഒക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുവിന്റെ പ്രയാസങ്ങളെ ദൂരീകരിക്കുമാറാകട്ടെ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് നേതൃത്വം നൽകി അല്ലാഹു രാജ്യത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഷിയഈ, റാഫിളി, ഇഖ്വാനി അച്ചുതണ്ടിൽ നിന്ന്, കൂട്ടുകെട്ടിൽ നിന്ന് അല്ലാഹു രാജ്യത്തെ മോചിപ്പിക്കുമാറാകട്ടെ. അല്ലാഹു ആ ജനതയ്ക്ക് ഒരു നല്ല ഇമാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അൻസുർഹും ഫിലസ്തീൻ, അല്ലാഹുമ്മ റഹംഹും ഫിലസ്തീൻ, അല്ലാഹുമ്മ ഗഫിർ ലഹും ഫിലസ്തീൻ, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين، اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين ولذكر الله أكبر والله يعلم ما تصنعون.